मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान, आई है जो रात नशीली, इसकी हर एक बात नशीली, तू भी आकर ले नशा। दोनों की मुलाकात नशीली, नशे की ये बरसात नशीली, तू भी आकर ले नशा। मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान, सुबह तक बिना उतरेगा नशा इस पल का, इसमें जीने क्या करना है वादा ये कल का। सुबह तक बिना उतरेगा नशा इस पल का, इसमें जीने क्या करना है वादा ये कल का। एक तेरी एक खातिर ये जाम है छिलका। मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान। आँखों से कम गहरा नशा पैमानों का हो, मेरी आँखों से कम गहरा नशा पैमानों का, इनमें ही तो डूब न जाए दिल मेहमानों का। तेरे खातिर है थोड़ा ये खाक बालों का है। मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान, आई है जो रात नशीली, इसकी हर एक बात नशीली, तू भी आकर ले नशा। दोनों की मुलाकात नशीली, नशे की ये बरसात नशीली, तू भी आकर ले नशा। मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान, സ്വീറ്റ് പാർവണ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്, ട്രെൻഡിങ് ആയിരുന്ന ഒരു പാട്ട്, എന്താണ് യുവർ ചോയ്സിൽ? ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു സമയത്ത് ഫുള്ള് മേരിജ മേരിജ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ എപ്പോ മൂളി നടക്കുന്ന പാട്ടാ യുവർ ചോയ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ തന്നെ ഈ പാട്ട് എടുത്തു. ഓക്കെ, മഞ്ചരി ചേച്ചി. പാർവണ പെണ്ണേ, ഓ സുന്ദരിമണി, അസലായിട്ട് പാടി. താങ്ക് യു മാം. മോളുടെ ഫേവറേറ്റ് പാട്ടാണോ ഇത്? ആ മോൾ ആസ്വദിച്ച് പാടി. മോളെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ ഹരി ഇങ്ങനെ പറയായിരുന്നു, പാർവണ ഒരുപാട് ഹിന്ദി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഹിന്ദി കുറെ കൂടുതൽ പാടാറുണ്ട്. സത്യമാണോ ഇതൊക്കെ? ഹരി വെറുതെ പറയണോ? അല്ല, വെറുതെ പറയല്ല, ഞാൻ പാടും. ആണോ? പാടുന്നല്ല, മോളുടെ ഇഷ്ടം ഏതാ കൂടുതൽ പാടാൻ? അല്ല, എനിക്ക് എല്ലാം ഇഷ്ടാ. എല്ലാം ഇഷ്ടാ. ഇതാണ് കൂടുതൽ ഇഷ്ടം. മോക്ക് എന്തുകൊണ്ടാ ഈ പാട്ട് ഇഷ്ടം? ഭയങ്കര സുഖം ഇത് കേൾക്കാൻ. നന്നായി പാടി മോളെ, നല്ല പാട്ടാണ്. നീതി മോഹൻ പാടിയ പാട്ടാണ്. ഡീറ്റെയിൽസ് പറയൂ. നീതി മോഹൻ മാം
മ്യൂസിക് സഞ്ജയ് പിന്നെ പിന്നെ ഒരു രണ്ടുപേരും കൂടി ഒരു സ്ത്രീയുടെ പേരും കൂടെ ഉണ്ട്. ലീലാവതി. ലീലാവതി അല്ല, ലീലാവതിയല്ല. ലീല സഞ്ജയ് ലീല. അതല്ല, ഹിന്ദി അതല്ല. സോങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾ ഇത് പറയാതിരുന്ന അത് മോശം. പഠിച്ചില്ലേ? ഭാ, പറയണ്ടേ? ഞാൻ ഇപ്പൊ വരെ നോക്കിയത്. അല്ല, ആ ക്ലൂ തന്നതാ. സഞ്ജയ് ലീല. ഡയറക്ടറുമാണ് ആള്. ഭാ, എന്താ ഭംഗിയുള്ള കുട്ടി. എന്താ ബൻസാലി എന്നൊക്കെ അയാള് ഉള്ളി അദ്ദേഹം കേക്കണ്ട. അദ്ദേഹം അറിയണ്ട കേട്ടോ, അദ്ദേഹം വീട് കയറി ആക്രമിക്കും. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. സഞ്ജയ് ലീല ബൻസാലി. സഞ്ജയ് ലീല ഭൻസാലി സർ. ഓക്കെ, ഗുഡ്. പിന്നെ ലിറിസിസ്റ്റ് ലിറിക്സ് കുമാർ സർ. അത് കുമാർ സർ. എന്തൊരു ആക്ഷൻ. നിവേദിന്റെ പഠിച്ചാന്ന് തോന്നുന്നു. കുമാർ സർ. അത്രയല്ലോ. ഓക്കെ, എല്ലാം ഓക്കെ, ഗുഡ്. പഠിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ളൊരു പാട്ടാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് അപ്പോഴും ഢോലിടാന്നുള്ള പാട്ടും എനിക്ക് ഇഷ്ടം. ധോലിയുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇതാണ് പക്ഷെ നമുക്ക് പാടാൻ ഇവിടെ ഇന്ന് ഒരു സെമി ഫൈനലിന്റെ വേദിയിൽ. ഞാനത് കൊടുക്കാൻ നോക്കി, പക്ഷെ അത് 3 മിനിറ്റോ 2.5 മിനിറ്റ് അങ്ങനെ. അത്രേ ഉള്ളൂ. നന്നായി പാടി മോളെ. നല്ല സ്മൂത്ത് സിൽക്കി ആയിരുന്നു പാട്ട് കേൾക്കാൻ. നല്ല ഒരു സിൽക്കി വോയിസിൽ ഇങ്ങനെ പാടിപ്പോയി. മനോഹരായിരുന്നു. താങ്ക് യു മാം. ഇതിലെനിക്ക് ആ യോഡലിംഗ് ആ ഭാഗങ്ങളൊക്കെ ഇല്ലേ മോളോ, അതൊന്ന് ലാസ്റ്റിലത്തെ അതൊന്ന് പാടിക്കാമോ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഈ മേരി ജാൻ ഫസ്റ്റ് 2 ലൈൻസ് മാത്രം, ഈ ഡൗട്ടൊന്നും ഇല്ലാതെ മേരി ജാൻ മേരി ജാൻ മേരി ജാൻ. എന്റെ പ്രണയിക്കുന്ന എന്താണ് അയാളെ പറയാ, പ്രിയതമൻ. എന്റെ പ്രിയതമനെ എന്ന് നമ്മൾ മുന്നിൽ നിന്ന് വിളിക്കുകയാണ് അയാളെ. എങ്ങനെയാണ് സ്നേഹത്തില് പാട്? മേരി ജാൻ മേരി ജാൻ മേരി ജാൻ മേരി ജാൻ മേരി ജാൻ മേരി ജാൻ. ഇതിപ്പോ മോളാ അത് കേട്ടിട്ടുള്ള ഒരു ഐഡിയയിൽ അങ്ങ് പാടാണ്. മോൾക്ക് ഇതിപ്പോഴും ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. ആ മേരി ജാൻ എന്ന് വിളിക്കുമ്പോ വിളിയിൽ ഒരു കോൺഫിഡൻസ് വേണം. എന്റെ പൊന്നെ, എന്റെ മുത്തേ, എന്റെ ചക്കര എന്ന് വിളിക്കില്ലേ, അതാണ് മേരി ജാൻ മേരി ജാൻ. ആ മേരി ജാൻ അതില് സ്ട്രെസ് കൊടുക്കുന്നുണ്ട് മോൾ. അതൊന്ന് പഠിക്കണം, ആ ഒരു രീതി. ഓക്കെ, പാട്ട് വെറുതെ നമ്മൾ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് മോളൊന്നും പ്രശ്നമില്ലാണ്ട് പാടിപ്പോയി. പക്ഷെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് അതിന്റെ വാക്കുകൾക്ക് കുറച്ചുകൂടി ഒരു സ്ട്രെസ് കൊടുക്കുമ്പോഴാണ്. ഓക്കെ, ഇതിനകത്ത് ഇതൊരു ഫീൽ പാട്ടാണ്. ഇത് ശരിക്കും ഒരു കംപ്ലീറ്റ് ഫീൽ പാട്ടാണ്. ഇതിന്റെ സീൻ പിക്ചറൈസേഷൻ കണ്ടിട്ടില്ലേ? അത്രയും നമ്മൾ ഫീലിംഗ് ആണ് ഇതിലെ മുഴുവനും. ഒരു ഭാവമാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അപ്പൊ അതായിരുന്നു മോള് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അതിൽ ചില പോർഷൻസ് ഒക്കെ നല്ല ഭംഗിയാണ്. ഏതോ ഒരു സ്ഥലം പാടി വന്നപ്പോൾ ഞാൻ വെച്ച് തുടങ്ങുമ്പോൾ ഒരു ബീജി എവിടെയോ കയറി വന്നത്. എവിടെയായിരുന്നു മോളത്? ഏ ഉടലൈ അവിടെയാണോ? അതോ അത് ഉടലൈ ആണോ? അത് ഏ ഉടലൈ എന്നൊക്കെ എഴുതി. ഞാൻ അതിന്റെ തൊട്ട് മുന്നേ മോളോ ബർസാത്ത്, ഒന്നും ഓർമ്മയില്ല, കിളി പോയി ഉറപ്പാ. അല്ല മോളെ, ഏതോ ഒരു ലൈൻ പാടി ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. ഗ്രെയിനോടെ പാടിയില്ല. അതയിലുണ്ട്, അതല്ലേ? അതെ, അത് ഇടൂ, ഒന്ന് പാടൂ. ഖാബ് ഹൈ ചിൽകാ ഹൈ. അതിന് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാം. ഓക്കെ മോള്, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ സെയിം സംഭവങ്ങളാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുന്നത്. കംപ്ലീറ്റ് ഡൗട്ടിലുള്ള ഒരു കുട്ടിയത്. ഇതൊരു ഡൗട്ട് പാർവണയാണ്. പാർവണ ഇനി അതിൽ നിന്ന് സംശയത്തിൽ നിന്ന് പുറത്തു വരണം കുറച്ചുകൂടി. എനിക്ക് ഇത് ബൈഹാർട്ടാണോ ഈ പാട്ട്? പക്കയാണ് പാട്ട്. ആ ഒരു കോൺഫിഡൻസ് ഇതിൽ മിസ്സിങ് ആയ പോലെ എനിക്ക് തോന്നിയത്. നന്നായി പാടി, ആ ഫീൽ വൈസ് ഉള്ള ഒരു കോൺഫിഡൻസില് ഇത് ഉറച്ചു പാടിയിരിക്കുന്നുള്ളൊരു സാധനം അത് വേണം കേട്ടോ. മാത്രമേ ഉള്ളൂ, അല്ലാതെ മോള് അത്യാവശ്യം ഈ പാട്ട് ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മോളെ, നല്ല നല്ല സുഖമുള്ള ഒരു പാട്ട്. ചുമ്മാ അതൊക്കെ ആയിരിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് കേട്ട ഒരു സുഖം ഉണ്ടാവും, അതിൽ ഒരു സംശയവുമില്ല. മോളെന്തൊക്കെയാലും മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ലേ മോളെടുത്തോണ്ടെന്ന് പാടിയത്. അത് റീൽസ് കാണാതെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് ആലോചിച്ചൊരു പാട്ടല്ലേ എടുക്കേണ്ടത്. ഇത് സെമി ഫൈനലല്ലേ? സെമി ഫൈനലല്ലേ? സോറിടാ, ക്ഷമിക്കണം. അല്ല, പിന്നെ ഞാൻ അല്ലാതെ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ശരി. അല്ല, ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞ എന്താണ്, റീൽസ് ഇങ്ങനെ നോക്കും, മേരി ജാൻ, അടുത്ത റീൽ മേരി ജാൻ മേരി ജാൻ എല്ലാം മേരി ജാൻ ആയപ്പോൾ ഞാൻ അങ്ങ് എടുത്ത് മേരി ജാൻ എന്നാ മോള് പറഞ്ഞത്. അത് വാട്ടെവർ മോളെ, നന്നായിട്ട് പാടി കേട്ടോ.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേറെ ഫിലിമിലെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഫിലിമിലുള്ള. ഈ സഞ്ജയ് ലീല ബൻസാലിയുടെ പടത്തിൽ എല്ലാ പാട്ടുകളും നല്ലതാണ്. മോള് കേട്ടിട്ടുണ്ടോ? ഞാന് ഇങ്ങനെ പാട്ട് കേൾക്കും, പക്ഷെ ഡീറ്റെയിൽസ് അങ്ങനെ നോക്കൂല. അത് ശരി. മറ്റേ റീലിന്റെ പുറയിലാ കുഞ്ഞിന്റെ ജീവിതം. അല്ല, പിന്നെ മോളെ ഇങ്ങനെ ഒരാളുടെ പാട്ടെടുക്കുമ്പോൾ അദ്ദേഹം വേറെ ഏതൊക്കെ ഫിലിം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഡയറക്ടറല്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് കേൾക്കുക. ഉഗ്രം കിടിലും പാട്ടുകളുണ്ട് കേട്ടോ. ഓക്കെ സാർ. എന്തെങ്കിലും മോളൊരു ചക്കരയാണ്, അത് നമുക്കൊന്നും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. അപ്പം മക്കള് ഇത് ഓക്കെ. മറ്റേ മോള് എന്താ പറയുക, സെമി ഫൈനലിൽ തീർന്നു, ഫിനാലയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ പാർവണ, ഓ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. നന്നായിട്ട് പാടി പാർവണ. താങ്ക് യു സാർ. അത് പാർവണ കുറെ ഹിന്ദി സോങ്സ് പാടിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഇത് പറയുന്നത് എന്താ ചെയ്തത്, സെമി ഫൈനൽ അല്ലേ മോളെ. അപ്പം എല്ലാവരും കുറച്ചും കൂടി ഒരു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, ബട്ട് ഈ റൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇത് വേണമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ടേ ഉള്ളൂ. ഇപ്പം വളരെ നല്ല സോങ് ആണ് കേൾക്കാനും കാര്യം എല്ലാം. പക്ഷേ ബാക്കിയുള്ളവർ എടുക്കുന്നത് നോക്കുമ്പോൾ ചോയ്സ് ഈ ഒരു സ്റ്റേജിൽ വേറൊന്നും ആവാറുന്നെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ സാർ. പക്ഷെ രസമായിട്ട് പാടി, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പാടിയതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ സോങ് സെലക്ഷൻ ഈ ഒരു സ്റ്റേജിൽ, ഇതിപ്പോൾ വേറൊരു ഇപ്പം മോളുടെ ചോയ്സ് ആണെന്നറിയാം, എന്നാൽ പോലും ഈ ഒരു സമയത്ത് വേറൊന്നും ചോയ്സ് എടുക്കാറ്. പിന്നെ ബാക്കിയെല്ലാം അറിയാം മോളെ. അദ്ദേഹത്തിൻ്റെ ഒക്കെ പാട്ടിൽ കുറെ കേൾക്കണം കേട്ടോ. രസമാണ്, ഭയങ്കര രസമാണ് പ്ലേലിസ്റ്റ്. ആയത്ത് എന്നൊക്കെയുള്ള ആയത്ത് കേട്ടിട്ടുണ്ടോ? സുഖമുള്ള പാട്ടാ, അതൊക്കെ ഒന്ന് കേക്ക്. അതുപോലെ ബിൻതദിൽ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ബിൻതദിൽ കേട്ടിട്ടില്ലേ? അതൊക്കെ പുള്ളിയുടെ കുറേ സോങ്സ് ഉണ്ട്. അപ്പോൾ കേൾക്കുക. പക്ഷെ ഇത് ഈ ഒരു സ്റ്റേജിൽ ഇത് ഈ സെമി ഫൈനലിൽ ഇത് പാടണമെന്ന് നടന്നുകൊണ്ട് ആ ഒരു ഒപ്പീനിയനേ ഉള്ളൂ എല്ലാവർക്കും കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ, പാർവണക്കുട്ടിയുടെ മാർക്ക്. എന്റെ ചക്കര പാർവണക്കുട്ടിക്ക് ഞാൻ 8.7 മാർക്സ് തരുന്നു മുത്തേ. താങ്ക് യു സാർ. ശരത് സർ. ചേച്ചി? എന്റെ ചക്കര പാർവണക്കുട്ടിക്ക് ഞാൻ 8.7 മാർക്സ് തരുന്നു. താങ്ക് യു മാം. ഓക്കെ ഹരിച്ചേട്ടാ. ഓക്കെ, യെസ്. സോ ടോട്ടൽ 17.4. ഓക്കെ.